പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നു. ഇതിനകത്ത് 3 ഫോർമുലയാണ് പഠിക്കാനുള്ളത്. അതിൽ മൂന്നാമത്തെ ഫോർമുല ഇപ്പോൾ നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് വേണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചോളാം. അതെല്ലാ പാഠത്തിലും ഉണ്ട് കുറേശ്ശെ. 2 ഫോർമുലയാണ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഏരിയ ബൗണ്ടഡ് ബൈ ദി റീജിയൻ y = fx. ഇതൊരു കർവാണ്. x = a, x = b. അത് 2 ലൈൻസാണ്. ഇതാണ് x = a എന്ന ലൈൻ, ഇതാണ് x = b എന്ന ലൈൻ. ആൻഡ് x ആക്സിസ്, ഇതാണ് x ആക്സിസ്. അപ്പോൾ ഏരിയ ബൗണ്ടഡ് ബൈ ദ റീജിയൻ, ഒരു പ്രദേശത്തിൻ്റെ ഏരിയ കാണുവാണ് ഇൻ്റഗ്രേഷൻ വഴി. ആ റീജിയന് 4 അതിര് വേണം. ഏരിയ കാണണമെങ്കിൽ ഉറപ്പായിട്ടും 4 അതിര് വേണം ഏതൊരു റീജിയനും. അത് 3 അതിരോ 5 അതിരോ വന്നാൽ പറ്റില്ല. അത് 3 അതിര് വന്നാലും പറ്റില്ല, 5 അതിര് വന്നാലും പറ്റില്ല. ഇതാണ് 4 അതിര്, ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ. ഒന്ന് എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. പിന്നെ x = a എന്ന ലൈൻ, പിന്നെ x = b എന്ന ലൈൻ, പിന്നെ y = fx എന്ന കർവ്. അങ്ങനെ 4 അതിരുള്ള ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഇൻ്റഗ്രൽ a to b y dx. ഇൻ്റഗ്രൽ a to b, ആ ലൈൻ്റെ എ ബി ഇവിടെ കൊടുത്തു. ഇൻ്റഗ്രൽ a to b, ചെറിയ ലിമിറ്റ് താഴെ കൊടുക്കണം, വലുത് മുകളിൽ കൊടുക്കണം. ഇൻ്റഗ്രൽ a to b y dx. y എന്ന് പറയുന്നത് ആ കർവാണ്, y dx. ഇൻ്റഗ്രൽ a to b y dx, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b fx dx. കാരണം y തന്നെയാണല്ലോ fx. ഇൻ്റഗ്രൽ a to b fx ds. ഈ പറയുന്നത് വേറെ രീതിയിലും പറയാം. ഏരിയ ബിറ്റ്വീൻ ദി കർവ് y = fx, xa, xb ആൻഡ് x ആക്സിസ്. ഏരിയ ബൗണ്ടഡ് ബൈ ദ റീജിയൻ എന്നതുപോലെ തന്നെയാണ് ഏരിയ ബിറ്റ്വീൻ ദി കർവ് y = fx, x = a, x = b ആൻഡ് x ആക്സിസ്. 2 രീതിയിൽ ഇത് പറയാം. ഏരിയ ബൗണ്ടഡ് ബൈ ദ റീജിയൻ y = fx, x = a, x = b, x ആക്സിസ്. ഓർ ഏരിയ ബിറ്റ്വീൻ ദി കർവ് y = fx, x = a, x = b ആൻഡ് x ആക്സിസ്. എന്തായാലും ഫട ഇങ്ങനെയിരിക്കും. 4 അതിലുള്ള റീജിയൻ്റെ ഏരിയ കാണുവാണ്. ആ റീജിയൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഷെയ്ഡ് ചെയ്ത റീജിയൻ. ഒരതിര് x അക്ഷമാണ്, ഒരതിര് x = a എന്ന ലൈനാണ്, മറ്റൊരതിര് x = b എന്ന ലൈനാണ്, വേറൊരതിര് y = fx എന്ന കർവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to b y dx, കാരണം ഇത് എയും ബിയും എക്സിൻ്റെ വിലകളാണ്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ഡി എക്സ് ആണ് ചെയ്യുള്ളൂ. y എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സേ വരുള്ളൂ. ഇൻ്റഗ്രൽ a to b y dx ഓർ ഇൻ്റഗ്രൽ a to b fx ds. ഇത് എക്സ് അക്ഷം വെച്ച് വരുന്ന ഏതൊരു പ്രോബ്ലത്തിലും ഇങ്ങനെ വരും. ഇനി y അക്ഷമാണ് ഒരു അതിര് വരുന്നത് ഒരു റീജിയൻ്റെ എങ്കിൽ രണ്ടാമത്തെ ഫോർമുലയിലേക്ക് വരും. നിങ്ങൾക്ക് ഈ റീജിയൻ ഷെയ്ഡ് ചെയ്തങ്ങനെ കണ്ടറിയാം. ഇതിനും 4 അതിരുണ്ട്. ഒന്ന് y = a എന്ന ലൈൻ, y = b എന്ന ലൈൻ, പിന്നെ y ആക്സിസ് ഇത്, പിന്നെ x = fy എന്ന കർവ്. x = fy എന്ന കർവ് വൈയിലുള്ള ഫംഗ്ഷനാണ് x എന്നതിന് പേരിട്ടു. ഇവിടെ വൈയിലുള്ള ഫംഗ്ഷനാണ്. y അക്ഷം വെച്ച് വരുമ്പോൾ, x അക്ഷം വെച്ച് വരുമ്പോൾ അത് എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ലിമിറ്റും x = a, x = b അവിടെ വരുന്നു. ഇവിടെ y = a, y = b, വൈയിലുള്ള ഫംഗ്ഷൻ വരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു y ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുല പറയാമല്ലോ. ഇൻ്റഗ്രൽ a to b x dy, അല്ലെങ്കിലോ ഇൻ്റഗ്രൽ a to b f of y dy. വൈയിലുള്ള ഫംഗ്ഷൻ, വൈയുടെ ലിമിറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു y. ഈ വൈയിലുള്ള ഫംഗ്ഷൻ്റെ മറ്റൊരു പേര് x എന്നാണ് മാത്രം. അതുകൊണ്ട് f of y എന്ന് പറയുമ്പോൾ അതിനെ x എന്ന് പറഞ്ഞാലും മതി. ഏരിയ ബിറ്റ്വീൻ ദി കർവ് x = f of y, y = a, y = b ആൻഡ് y ആക്സിസ് ഈസ് ഇൻ്റഗ്രൽ a to b f of y dy ഓർ ഇൻ്റഗ്രൽ a to b x dy. ഈ ആദ്യം എഴുതിയേക്കുന്ന 2 എണ്ണം സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽ a to b y dx, x അക്ഷരം അതിര് വന്നാൽ ഇൻ്റഗ്രൽ a to b x dy
വൈ എഷ് ഒരു അതിര് വന്നാൽ വൈ എഷ് ഒരു അതിര് വരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേഷൻ, വൈയിലുള്ള ലിമിറ്റുകളാണ്, ആ വൈയിലുള്ള ഫംഗ്ഷൻ്റെ പേര് എക്സ് ആയിപ്പോയി എന്ന് മാത്രം. എക്സ് എഷ് അതിര് വരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ, എക്സിലുള്ള ലിമിറ്റുകളാണ് ഇത് രണ്ടും, എക്സിലുള്ള ഫംഗ്ഷൻ്റെ പേര് വൈ ആയിപ്പോയി എന്ന് മാത്രം. രണ്ട് ഫോർമുലയും മനസ്സിലായല്ലോ. 1, 2, 3 ഫോർമുല ഉപയോഗിച്ച് ഏരിയ കാണുമ്പോൾ മൂന്നാമത്തെ ഫോർമുല ഉപയോഗിച്ചാണെങ്കിലും 4 അതിര് ആ റീജിയന് നിർബന്ധമായി വേണം. 3 അതിരോ 5 അതിരോ വന്നാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് 4 അതിരാക്കണം. ഏതെങ്കിലും ഒരു റീജിയന് 3 അതിരേ ഉള്ളൂ, ഇതിന് 4 ഉണ്ട്. ഒന്ന് വൈ ആക്സിസ്, ഒന്ന് വൈ ഈസിക്കൽ ടു ബി, ഒന്ന് വൈ ഈസിക്കൽ ടു എ, അങ്ങനെ 2 ലൈൻസ്, പിന്നെ ഈ കർവ്, 4 അതിരുണ്ട്. ഏതെങ്കിലും ഒരു റീജിയൻ്റെ ഏരിയ കാണാൻ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ 3 അതിര് വരുന്നതോ 5 അതിര് വരുന്നതോ വന്നാൽ നിങ്ങൾക്ക് ഏരിയ കാണാൻ പറ്റില്ല. അതിന് നമുക്ക് എവിടെയെങ്കിലും വെച്ച് മുറിക്കാൻ പറ്റും. മുറിച്ച് കഴിയുമ്പോൾ ആ 2 സ്ഥലത്തിനും 4 അതിര് വെച്ചാവും. എന്നിട്ട് ആ ഏരിയ കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു ഏരിയ കണ്ടിട്ട് വേറൊരു ഏരിയ കുറച്ചും നമ്മൾക്ക് ആവശ്യമുള്ള റിക്വേർഡ് റീജിയൻ്റെ ഏരിയ കാണാൻ പറ്റുന്ന കണക്കുകളും ഉണ്ട്. ഈ ചെറിയ പാടാണിത്. നിങ്ങൾക്ക് ഏരിയ കാണുന്ന രീതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഭയങ്കര രസമുള്ള പാടാണ്. ഏരിയ കണ്ടാൽ മതി. ഓരോ പ്രോബ്ലത്തിൻ്റെ ഇങ്ങനെ കുറേ പ്രോബ്ലങ്ങളുണ്ട്. പ്രോബ്ലത്തിൻ്റെയൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളുടെ ഏരിയ കണ്ടങ്ങ് പോയാൽ മതി. ഫോർമുല മനസ്സിലായില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ബിറ്റ്വീൻ ദി കർവ് വൈ ഈസിക്കൽ ടു എഫ് എക്സ്. അപ്പോൾ തന്നെ മനസ്സിലായി, ഇത് ആദ്യത്തെ ഫോർമുലയിലാണ്. എബവ് ദി എക്സ് ആക്സിസ്, എക്സ് അക്ഷത്തിൻ്റെ മുകളിൽ, ബിറ്റ്വീൻ എക്സ് എ ആൻഡ് എക്സ് ബി ഈസ്. അത് ഫോർമുല തന്നെയല്ലേ നോക്കിയേ. ദ ഏരിയ ബിറ്റ്വീൻ ദി കർവ് വൈ ഈസിക്കൽ ടു എഫ് എക്സ് എബവ് ദി എക്സ് ആക്സിസ് ബിറ്റ്വീൻ എക്സ് എ എക്സ് ബി ഈസ്. ഈ ബ്രാക്കറ്റിലെ 4 ഫോർമുലകളിൽ ഏതാണത്? ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്, ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. കാരണം ഇത് എക്സിലുള്ള ഫംഗ്ഷനാണ്, എക്സിലുള്ള ലിമിറ്റുകളാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ആണ് ഫോർമുല. ഉത്തരം എഴുതിയേക്കണം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 യൂസിങ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ഏരിയ കാണുക മാത്രമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന പാഠത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഏരിയ ഇൻ്റഗ്രേഷൻ വഴി കാണുക. ഇതാണ് നമ്മുടെ സർക്കിൾ. എക്സ് അക്ഷവും വരച്ചു, വൈ അക്ഷവും വരച്ചു. എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിൾ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ എന്ന രൂപത്തിലായതുകൊണ്ട് ഇതിൻ്റെ റേഡിയസ് 2 ആണ്, സെൻറ്റർ 0, 0 ആണ്. അപ്പോൾ നമുക്ക് 2 റേഡിയസ് ഉള്ള സർക്കിൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇവിടെ വരുന്ന പോയിൻറ്റിന് എ എന്ന് പേരിട്ടു, ഇത് ഒറിജിൻ, ഇത് ബി എന്നും പേരിട്ടു എങ്കിൽ എക്ക് 20 എന്ന പോയിൻ്റാണെന്നും ബി 02 എന്ന പോയിൻ്റാണെന്നും നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇത് എക്സ് അക്ഷത്തിലെ പോയിൻ്റാണ്. വൈ കോർഡിനേറ്റ് 0 ആക്കുക. വൈ അക്ഷത്തിലെ പോയിൻ്റാണിത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0. അപ്പോൾ എ ഏതാണ്? 20, ബി ഏതാണ്? 02. ഇനി ഈ കംപ്ലീറ്റ് സ്ഥലത്തിൻ്റെ ഏരിയ കാണാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഞാൻ വരച്ചതിനേക്കാൾ ഇച്ചിരൂടെ ഭംഗിയായ രീതിയിൽ നിങ്ങൾ പടം വരയ്ക്കണം. അങ്ങനെ കൃത്യമായിട്ട് പടം വരച്ചാൽ നല്ലതാണ്. പെൻസിലിനൊക്കെ വരച്ചാൽ നല്ലതാണ് പരീക്ഷയ്ക്ക് ബുക്കിൽ എഴുതുമ്പോഴും. അപ്പോൾ റിക്വേർഡ് ഏരിയ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ കംപ്ലീറ്റ് സർക്കിളിനുള്ളിലെ ഏരിയയാണ്. അത് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഏരിയ മാത്രം കണ്ടിട്ട് 4 കൊണ്ട് ഗുണിച്ചെടുത്താലും മതി. കാരണം എല്ലാ സ്ഥലവും ഒരുപോലെ വരുള്ളൂ. അങ്ങനെയാണ് പല കണക്കും ചെയ്യുന്നത്. 2 കൊണ്ട് ഗുണിക്കുന്ന കണക്കുകളുണ്ട്, 4 കൊണ്ട് ഗുണിക്കുന്ന കണക്കുകളുണ്ട്. അപ്പോൾ 4 ഇൻറ്റു ഏരിയ ഓഫ് ഒ എ ബി ഒ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ അത് അടഞ്ഞിരിക്കണം, 4 അതിരും വേണം. ഈ കംപ്ലീറ്റ് സർക്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റില്ല, 4 അതിരിന് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഈ ഒരു ഭാഗത്തിനാണ് ഈ 4 അതിരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ മതി ഈ കംപ്ലീറ്റ് സർക്കിളിൻ്റെ ഏരിയ കാണാൻ. ഈ റീജിയൻ ഒരു പേരിട്ടതാണ് ഒ എ ബി ഒ. ഒയെ തുടങ്ങി ഒയെ തന്നെ തീർന്നാലാണ് റീജിയൻ അടഞ്ഞിരിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കി ഇതിൻ്റെ അതിരുകൾ ഏതൊക്കെയാണ്. ഒന്ന് എക്സ് അക്ഷം, അപ്പോൾ വേറൊരു രീതിയിലും കൂടെ അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ് അക്ഷം, എക്സ് അക്ഷം അതിര് വന്നപ്പോൾ എക്സ് എ എക്സ് ബി എന്ന രൂപത്തിൽ വന്നു. ഇതാണത്. എക്സ് ഈസ് ഇക്വൽ ടു 0 ആണിത്. വൈ അക്ഷത്തിൻ്റെ പേരാണ് എക്സ് ഈസ് ഇക്വൽ ടു 0.
പിന്നെ ഇതിലെ ഒരു അതിരുപോണ്ട് എക്സ് ഈസ് ഇക്വൽ ടു 2 എന്ന ലൈൻ. എക്സ് ഈസ് ഇക്വൽ ടു 2, ഈ പോയിൻറ്റ് 20 ആയതുകൊണ്ട് എക്സ് ഈസ് ഇക്വൽ ടു 2 ഈ റീജിയൻ്റെ ഒരു അതിരാണ്. പിന്നെ അപ്പോൾ ഏതൊക്കെ അതിരെടുത്ത് ഈ എക്സ് എടുത്തു. പിന്നെ എക്സ് ഈസ് ഇക്വൽ ടു 0 എന്ന ഈ വൈയക്ഷത്തിന് പകരമായിട്ട് എക്സ് ഈസ് ഇക്വൽ ടു 0 എന്ന ലൈൻ എടുത്തു. അത് ആ റീജിയൻ്റെ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ റീജിയൻ്റെ ഒരു അതിരാണ്. പിന്നെ എക്സ് ഈസ് ഇക്വൽ ടു 2 എന്ന ലൈൻ എടുത്തു, അതൊരു അതിരാണ്. പിന്നെ ഇതും കൂടി എടുത്തു, ഈ വളഞ്ഞിരിക്കുന്ന സർക്കിളിൻ്റെ ഭാഗം. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗമായില്ലേ, അതിരുകളായില്ലേ, കംപ്ലീറ്റ് ആയില്ലേ എന്ന് വെച്ചാൽ ഇതെടുത്തു എക്സ് ഈസ് ഇക്വൽ ടു 0 എന്ന ലൈൻ. ഇതിലെ ഇങ്ങോട്ടില്ല എന്ന് കാണിക്കാൻ ഇവിടെ വെച്ച് അതിര് തീരുമാനിച്ചു എക്സ് ഈസ് ഇക്വൽ ടു 2 എന്ന ലൈൻ. എന്നിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രൂപം എടുത്തു സർക്കിൾ. സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിന് 4 അതിര് കിട്ടി. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതും ശരിയാ, പക്ഷേ ഇവിടെ ലൈൻ വന്നാൽ എങ്ങനെ? ഇവിടെ ലൈൻ വന്നാൽ ഇവിടെ ലൈൻ ഒരു അതിര് പറഞ്ഞാലല്ലേ അതിപ്പുറത്തേക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗം എടുക്കുമ്പോൾ കറക്റ്റ് ആ സ്ഥലം അങ്ങോട്ട് കിട്ടുമല്ലേ. അപ്പോൾ എൻ്റെ 4 അതിര് ഇതാണ്. എക്സ് ആക്സിസ് എക്സ് സമം 0, എക്സ് സമം 2, എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4. അപ്പോൾ ഇതിൻ്റെ പേരാണ് OA-BOയുടെ ഏരിയയെ 4 കൊണ്ട് ഗുണിച്ചാൽ മൊത്തം ഏരിയ കിട്ടും, റിക്വേർഡ് ഏരിയ കിട്ടും. എന്നിട്ട് OA-BO എന്ന് എഴുതിയേക്കണതിൻ്റെ താഴെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 4 അതിരെഴുതി വയ്ക്കണം. എക്സ് ആക്സിസ് ഇത് എക്സ് സമം 0, എക്സ് സമം 2 3 അതിരായി. പിന്നെ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 എന്നല്ലായി. അതിൽ നിന്ന് വൈ കണ്ടുപിടിക്കണം. വൈ സ്ക്വയർ ആദ്യം കാണാം, 4 മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ വൈ √2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്നിട്ട് അപ്പോൾ ഏത് ഫോർമുല എക്സ് അതിര് വരുമ്പോൾ ഏരിയയ്ക്ക് എടുക്കേണ്ട ഫോർമുല ഒന്നാമത്തെ ഫോർമുലയാണോ രണ്ടാമത്തെ ഫോർമുലയാണോ? ഒന്നാമത്തെ, റിലേറ്റ് ബി വൈ ഡി എക്സ്. ആ ഫോർമുലയിലേക്ക് വരുമ്പോൾ 4 ഇൻറ്റു ഈ ഏരിയ കാണാൻ ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുന്നത് 0 to 2, വൈ ഡി എക്സ് എന്ന് പറയുന്നത് √2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡി എക്സ്. 4 ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ √a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡി എക്സ്. x/2 √a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി എന്നാണ് ആ ഫോർമുല. കഴിഞ്ഞ പടത്തിൽ പഠിച്ചത് ഇൻ്റഗ്രൽ √a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് ഈസ് ഇക്വൽ ടു s/2 √a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. അത് വെച്ചത് ഇൻ്റഗ്രൽ √2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ചെയ്തപ്പോൾ എന്ത് കിട്ടി? x/2 തന്നെ √2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വന്നു. എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2 സ്ക്വയർ വന്നു പ്ലസ് 2 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/aയുടെ സ്ഥാനത്ത് x/2 വന്നു. എയുടെ സ്ഥാനത്തെല്ലാം 2 വന്നു. ബാക്കി മാറ്റങ്ങളൊന്നും ഇല്ല. സ്ക്വയർ ബ്രാക്കറ്റ് 0 to 2 ഇടാൻ കാര്യം ഇത് ഡെഫിനൈറ്റ് ഇൻ്റഗ്രലാണ്. സി ഫോർമുലയ്ക്കുണ്ടെങ്കിലും ഇതൊന്നൊരു ഇൻഡെഫിനൈറ്റ് ഇൻ്റഗ്രലാണ്, അതുകൊണ്ട് സി വന്നു. ഇത് ഡെഫിനൈറ്റ് ഇൻ്റഗ്രലാണ്, അതുകൊണ്ട് സി ഇല്ലാതെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് 0 to 2 എടുത്തു. ഇനി വില ഇട്ടാൽ ഉത്തരം കിട്ടും. 4 ഇൻറ്റു ഒരു സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു. ആദ്യം അപ്പർ വാല്യൂ 2 കംപ്ലീറ്റ് സ്ഥലത്ത് കൊടുക്കുവാണ്. ഇത്രയും സ്ഥലത്ത് 2 കൊടുക്കുവാണ്. അതിൽ കുറേ ഭാഗമൊക്കെ 0 ആയി പോകാം, അതൊന്നും നമ്മൾ എഴുതിയല്ല. 2 ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ, എക്സിന് 2 കൊടുക്കുമ്പോൾ ഇത് ഉള്ള 0 ആയി പോകുന്നുണ്ട്. ഈ ടൈം മൊത്തമായിട്ട് പോയി. ഇവിടെ 2 സ്ക്വയർ വന്നിട്ട് ഇത് 0 ആയി പോകുന്നു റൂട്ടിനകത്ത്. അപ്പോൾ ഇത് മൊത്തം പോയി. അതുകൊണ്ട് ഈ ടൈം മാത്രമേ വരുള്ളൂ. ഇത് ചെയ്യുമ്പോൾ 2 സൈൻ ഇൻവേഴ്സ്, ഇവിടെ 2 ഇടുമ്പോൾ 1 വെട്ടിപ്പോയിട്ട് അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് 1. അപ്പോൾ ഇത്രയും സ്ഥലത്ത് അപ്പർ വാല്യൂ 2 കൊടുത്തതാണത്, ഒരു ബ്രാക്കറ്റിലാണത്, മൈനസ് ലോവർ വാല്യൂ 0 കൊടുക്കുവാണ്. ഇവിടെ കൊടുത്തപ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോൾ. ഈ എക്സിന് 0 കൊടുത്തപ്പോൾ തന്നെ ഇത് പോയി. ഈ എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 0 വരുവാണ്. 2 സൈൻ ഇൻവേഴ്സ് 0, അത് അടുത്ത ബ്രാക്കറ്റ് ഇട്ടു. രണ്ടിനും കൂടി വേറൊരു ബ്രാക്കറ്റ് ഇട്ടു. 4 ഇൻറ്റു 2 സൈൻ ഇൻവേഴ്സ് 1 π/2 മൈനസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0 0. അപ്പോൾ എന്ത് കിട്ടി? 4π എന്ന് കിട്ടി, സ്ക്വയർ യൂണിറ്റ്. അങ്ങനെയാണ് ഏരിയ കാണുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സർക്കിളിനുള്ളിലെ ഏരിയ കാണാൻ ചോദിച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഭാഗത്തിന് ഒരു പേരിട്ടിട്ട് OA-BO അടഞ്ഞിരിക്കണം. OA തുടങ്ങിയാൽ OA തന്നെ വന്ന് നിൽക്കണം. ആ പേര് നല്ല അടഞ്ഞിരിക്കുകയുള്ളൂ. അതിന് 4 അതിര് വെച്ച് നമ്മൾ പഠിച്ച 1, 2 ഫോർമുലയിൽ ഏത് വെച്ചാണോ അതിൻ്റെ ഏരിയ കിട്ടുന്നത് 4 അതിരൊക്കെ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച്
ഫോർമുലയെ സെലക്ട് ചെയ്ത് ആ ഏരിയ കണ്ട് അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി റിക്വേർഡ് ഏരിയ കാണാൻ. അങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ട് ഫോർമുല ഇതായതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 2 y dx എന്ന് പറയുന്നത് y ഇവിടെ നിന്ന് കിട്ടുന്നതാണ്, കർവിൽ നിന്നാണ് y കിട്ടുന്നത്. അത് കാൽക്കുലേഷൻ ചെയ്ത് y കൊണ്ടുവരണം. എന്നിട്ട് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ പടത്തിൽ പഠിച്ച ഫോർമുല വെച്ച് എഴുതി ഡെഫിനൈറ്റ് ആയതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. എല്ലായിടത്തും സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിലെ കണക്കുകളെല്ലാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to 2 cos x, x axis from x0 to x π/2 ഈസ് ഡാഷ് ബ്രാക്കറ്റിൽ 4 ആൻസർ. ഇത് വൺ വേർഡ് ആണ്, എന്നാലും ചെയ്ത് നോക്കണം. ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to 2 cos x, x ആക്സിസ് x0 x π/2. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, ഇതാകത്തെ ഫോർമുലയാണ്. ഇൻ്റഗ്രൽ a to b y dx എന്നാകത്തെ ഫോർമുലയാണ്. ഇൻ്റഗ്രൽ 0 to π/2 y എന്ന് പറയുന്നത് 2 cos x dx. 2 പുറത്തേക്ക് എടുത്തു. cos xൻ്റെ ഇൻ്റഗ്രൽ sin x സ്ക്വയർ ബ്രാക്കറ്റ് 0 to π/2 ഡെഫിനൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ 2 ഇൻറ്റു ആദ്യം അപ്പർ വാല്യൂ sin π/2 മൈനസ് പിന്നെ ലോവർ വാല്യൂ sin 0 സമൻ 2 ഇൻറ്റു sin π/2 1 ആണല്ലോ, മൈനസ് sin 0 0. അങ്ങനെ 2 സ്ക്വയർ യൂണിറ്റ് ബ്രാക്കറ്റിലെ 2 ആണെന്ന് മനസ്സിലായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to cos x, x is equal to π/2, x is equal to 0, y is equal to 0 ഈസ്. ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവർ y is equal to 0 പറഞ്ഞേക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, y is equal to 0 എന്ന് പറയുന്നത് x ആക്സിസ് ആണ്. x ആക്സിസ് എന്ന് പറയുന്ന ആ കാര്യത്തിന് പകരം ഈ കണക്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ y is equal to 0 എന്ന് പറഞ്ഞാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം. y is equal to 0 ഈസ് x ആക്സിസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിരുകൾ? ഇതാണ് ലോവർ ലിമിറ്റ് എടുക്കാവുള്ളൂ, ചെറുത് x0 x π/2 y. ഇതിങ്ങനെ വായിക്കാതെ x ആക്സിസ് എന്ന് വായിക്കുക. പിന്നെ y is equal to cos x എന്ന കർവ്. അപ്പോൾ ഏത് ഫോർമുലയാണ്? ആദ്യത്തെ ഫോർമുല തന്നെ, ഇൻ്റഗ്രൽ a to b y dx ഇൻ്റഗ്രൽ 0 to π/2 y എന്ന് പറയുന്നത് cos x ആണ്, cos x ds. cos xൻ്റെ ഇൻ്റഗ്രൽ, cos xൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് sin x ആണ്. അപ്പോൾ cos xൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് sin x ആണ്, സ്ക്വയർ ബ്രാക്കറ്റ് 0 to π/2. അപ്പർ വാല്യൂ ആദ്യം sin π/2 മൈനസ് ലോവർ വാല്യൂ പിന്നെ sin 0 1 മൈനസ് 0 1 എന്ന് ഉത്തരം കിട്ടി. ബ്രാക്കറ്റിൽ സ്ക്വയർ യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഏരിയ ബിലോ ദി കർവ് y is equal to -2x + t ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഈ നാലാമത്തെ കണക്കോടെയാണ്. അഞ്ചാമത്തെ കണക്ക് വരെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. y is equal to -2s + t ആണ് നമ്മുടെ ഇവിടുത്തെ കർവ്. ലൈനാണിത്, എന്നാലും അത് കർവായിട്ട് പരിഗണിക്കുന്നു. ഇൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഏരിയയാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏരിയ ബിലോ ദി കർവ്. അപ്പോൾ y is equal to -2s + t കറക്റ്റായിട്ട് വരയ്ക്കണം. അതിന് വേണ്ടി പോയിൻ്റ് എടുത്തു. y is equal to -2s + t എന്ന് എഴുതി. x y കോർഡിനേറ്റ് x0 കൊടുത്തത്, അന്നേരം yക്ക് 3 അല്ലേ കിട്ടുന്നത്. x1 ഇട്ടു, അന്നേരം -2 + 3 വന്നിട്ട് yക്ക് 1 വന്നു. x2 ഇട്ടു, അന്നേരം yക്ക് -4 + 3 വന്നിട്ട് -1 വന്നു. അപ്പോൾ നമ്മൾ ആ ലൈൻ വരയ്ക്കാൻ വേണ്ടി ആദ്യത്തെ പോയിൻറ്റ് 0 3 x അക്ഷം y അക്ഷമൊക്കെ വരച്ച് വെച്ച് 1 2 ഒക്കെ അടയാളപ്പെടുത്തി. 0 3 എന്ന പോയിൻ്റ് y അക്ഷത്തെ അടയാളപ്പെടുത്തി. 1 1 എന്ന പോയിൻ്റ് ഇവിടെ വന്നു, അത് അടയാളപ്പെടുത്തി. ഇൻറ്റു മാർക്ക് ഉണ്ട് ഇവിടെ. 2 -1 എന്ന പോയിൻ്റ്, ഇത് 2 ഇത് -1, ഈ താഴെ വരുമല്ലോ -1. 2 -1 എന്ന പോയിൻ്റ് ഇവിടെയും വന്നു. അങ്ങനെ 3 പോയിൻ്റ് ചേർത്ത് ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ y is equal to -2s + t എന്ന ലൈൻ. ഇനി അവർ പറഞ്ഞത് ഏരിയ ബിലോ ദി കർവ് ഈ ലൈൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നതായിരിക്കണം, ഈ ലൈന് താഴെ വരുന്നതായിരിക്കണം. അപ്പോൾ ഏതാണ് ആ സ്ഥലം? ഇതാണ്, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നതാണ് ആ സ്ഥലം. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നതും ഈ ലൈന് താഴെ വരുന്നു. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഈ സ്ഥലത്തിന് 4 അതിര് കിട്ടുമോ? ഒന്ന് x അക്ഷം, ഒന്ന് ഈ ലൈൻ എന്ന് പറയുന്നത് y ആക്സിസ് ആണ്, പക്ഷേ നമുക്കതിനെ x is equal to 0 എന്ന് പറയാം. പിന്നെ ഈ ലൈൻ ഇങ്ങോട്ടില്ല എന്ന് കാണിക്കാൻ ഇവിടെ അതിര് പിടിക്കണം, ഇതൊരതിരായിട്ട് പിടിക്കണം നമ്മൾ. അപ്പോൾ x is equal to ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് കണ്ടുപിടിക്കാൻ ഈ ലൈൻ x അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഈ ലൈൻ x അക്ഷത്തെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ y is equal to -2s + t എന്ന ലൈൻ x അക്ഷത്തെ കട്ട് ചെയ്യുന്നു. x അക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to 0. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക്
ഈ ലൈൻ ഏതാണെന്ന് മനസ്സിലാവും. സോൾവ് ചെയ്യുവാണ്. അപ്പോൾ y 0 ആയി പോകുന്നു. അപ്പോൾ 0 സമം -2s + t. ഇത് രണ്ടും കൂടെ അല്ലേ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് 0 കയറ്റിയിടാം. -2s + t. അപ്പോൾ 2x 3 വന്നിട്ട് x 3/2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിലെ പോകുന്ന ലൈൻ, അതായത് ഈ പോയിൻറ്റിൽ x 3/2 ആണ്. അപ്പോൾ ഇതിലെ പോകുന്ന ലൈൻ x = 3/2 ആണ്. അപ്പോൾ ഒരതിര് x = 0, ഒരതിര് x = 3/2, ഒരതിര് x ആക്സിസ്. ഇനി ഈ കറക്റ്റ് സ്ഥലത്തിന് ഈ ലൈൻ y = -2s + t കൂടെ മതി. അപ്പോൾ ഈ റീജിയന് 4 അതിര്, ഒന്ന് x അക്ഷം, ഒന്ന് x = 0, ഒന്ന് x = 3/2, ഒന്ന് y = -2s + t എന്ന ലൈൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫോർമുല ഇൻ്റഗ്രൽ a to b y dx വെച്ച് ഏരിയ കാണാൻ പറ്റും. ഇത് ഞാൻ 4 അതിൽ എഴുതിയിട്ടേക്കണം. ഒന്ന് ആ കർവ് y = -2s + t, ഒന്ന് x ആക്സിസ്, ഒന്ന് x = 0, ഒന്ന് x = 3/2. നമ്മുടെ ആവശ്യാനുസരണം y അക്ഷത്തെ x = 0 എന്നും x അക്ഷത്തെ y = 0 എന്നും നിങ്ങൾ എടുത്തോളണം. അപ്പോൾ ഏരിയ ഇൻ്റഗ്രൽ a to b y dx ആണ്. ഇൻ്റഗ്രൽ 0 to 3/2 y എന്ന് പറയുന്നത് -2s + t ബ്രാക്കറ്റ് ഇട്ട് dx. എന്തിനാ ബ്രാക്കറ്റ്? ഇടയ്ക്ക് പ്ലസ് വന്നപ്പോൾ രണ്ട് ടൈമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് കാണിക്കാൻ. -2 x-ൻ്റെ ഇൻ്റഗ്രൽ s²/2 + 3യുടെ ഇൻ്റഗ്രൽ 3x² ബ്രാക്കറ്റ് 0 to 3/2 -s² + 3x² ബ്രാക്കറ്റ് 0 to 3/2 -9/4 + 3/3/2 അപ്പർ വാല്യൂ കൊടുത്തു കഴിഞ്ഞു. ബ്രാക്കറ്റിൽ -0 എന്ന ലോവർ വാല്യൂ എക്സിന് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയി പോകുന്നു. അപ്പോൾ എന്ത് വന്നു? 9/2 -9/4 എന്ന് വെച്ചാൽ 9/4 സ്ക്വയർ യൂണിറ്റ്. നമ്മൾ നോക്കിയ 4 അതിര്, ഒന്ന് x ആക്സിസ്, ഒന്ന് x = 0, ഒന്ന് x = 3/2, ഒന്ന് y = -2s + t. ഇത്രയും അതിര് പറയുമ്പോൾ ഷെയ്ഡ് ചെയ്തേണ്ട റീജിയൻ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അതാണ് 4 അതിരുകൾ. 4 അതിര് ഉറപ്പായിട്ടും വേണം. എങ്ങനെ ഇവിടുത്തെ അതിര് കണ്ടുപിടിച്ചു? ഈ ലൈൻ, അതായത് y = -2s + t, x അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ പോയിൻ്റ്. ആ കട്ട് ചെയ്യുന്ന സ്ഥലം കാണണമെങ്കിൽ y = -2s + tയും ഈ ലൈനും കൂടി സോൾവ് ചെയ്യണം. ഈ ലൈൻ എന്ന് പറയുന്നത് x ആക്സിസ് ആണ്. x ആക്സിസിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ y = 0. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന് വില കിട്ടി. ഇവിടെ വരുന്ന പോയിൻറ്റിലെ x കോർഡിനേറ്റ് 3/2 ആണ്. എങ്കിൽ ഇതിൽ പോകുന്ന ലൈൻ x = 3/2 ആണ്. ഈ കണക്കോടെ മതി. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y² = x, x ആക്സിസ് ആൻഡ് ദ ലൈൻസ് x1 ആൻഡ് x4. കൃത്യമായിട്ട് മനസ്സിലാവും ആദ്യത്തെ ഫോർമുല വെച്ചാണ്, കാരണം x അക്ഷമാണ് അതിൽ. a to b y dx ഇൻ്റഗ്രൽ 1 to 4 y എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എടുക്കണം. y² x ആയതുകൊണ്ട് y√x ആണ്. y√x ആണ് dx. √x-ൻ്റെ ഇൻ്റഗ്രൽ 2/3 x⁻³ √x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? 2/3 x⁻³ സ്ക്വയർ ബ്രാക്കറ്റ് 1 to 4 2/3 ഇൻറ്റു അപ്പർ വാല്യൂ 4⁻³ - 2/3 ഇൻറ്റു 1⁻³. 2/3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2². 2²⁻³ - 2/3 ഇൻറ്റു 1⁻³ എന്താണ്? 1. അപ്പോൾ ഇത് രണ്ടും കൂടെ 2 ക്യാൻസലായിപ്പോൾ x⁻m mn ഇത് ഗുണിക്കുവാണ്. ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ 2 പോയിട്ട് 2³ വരും. അപ്പോൾ 2/3 ഇൻറ്റു 2³ -2/3. അപ്പോൾ എത്ര വന്നു? 16 വന്നു മുകളിൽ. 16/3 - 2/3 14/3 സ്ക്വയർ യൂണിറ്റ്. 14/3 സ്ക്വയർ യൂണിറ്റ്. അങ്ങനെ ഈ കണക്ക് ഭയങ്കര എളുപ്പമായിട്ടോ. ഞാൻ ഫോർമുലയാണ്. ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y = fx ആൻഡ് ദ ലൈൻസ് xa, xb ആൻഡ് x ആക്സിസ്. ചുമ്മാ നമ്മുടെ ആദ്യത്തെ ഫോർമുലയല്ലേ ഇത്. x അക്ഷം, xa, xb, y = fx. ഈ ബ്രാക്കറ്റിൽ 4 ആൻസർ ഏതാണ്? ഇൻ്റഗ്രൽ a to b y dx ആദ്യത്തെ ഫോർമുല. കാരണം x അക്ഷമാണ് അതിൽ. x a, x b ആണ് രണ്ട് അതിരുകൾ വേറെ. എക്സിലുള്ള ഫംഗ്ഷൻ, അതായത് y എന്ന പേരുള്ള y = fx ആണ് കർവ്. പിന്നെ a to b y dx. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ പേജ് എത്താൻ ഈ ഒരു കണക്കോടെയല്ലേ ഉള്ളൂ.
ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y = cos x, പിന്നെ ആൻറ്റി ആക്സിസ് ഏത് ആക്സിസാണെന്ന് പറയുന്നില്ല, ബിറ്റ്വീൻ x0 x π. അപ്പോൾ കോസ് എക്സിൻ്റെ കർവാണ്. ചെറുതായിട്ട് നമ്മൾ ആ പടം ഒന്ന് വരച്ചാൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ സ്ഥലം ഏതാണ്. അപ്പോൾ x0, x അക്ഷത്തെ 0 ഉണ്ട്, x അക്ഷത്തെ പൈ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് π/2 കൂടെ കൊടുക്കാം. അപ്പോൾ എക്സ് ആംഗിളാണല്ലോ, അതിനനുസരിച്ച് കോസിന് വരുന്ന വില ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ -1 ഒക്കെയല്ലേ. അതുകൊണ്ട് നമ്മൾ y അക്ഷത്തെ അതും കൂടി അടയാളപ്പെടുത്തി. x0, അപ്പോൾ x0യ്ക്കും അതായത് ഈ ലൈൻ x0യ്ക്കും xπ അതായത് ഈ ലൈൻ xπയ്ക്കും ഇടയ്ക്ക് ആക്സിസിനും ഇടയ്ക്ക് ഏത് ആക്സിസാണെന്ന് പറയുന്നില്ല, ഇങ്ങോട്ട് നോക്കിയേ. x0യ്ക്കും xπയ്ക്കും ഇടയ്ക്ക് വരുന്ന ആക്സിസ് ഏതാ? എക്സ് ആക്സിസ്, അല്ലാതെ y ആക്സിസ് അല്ലല്ലോ. x0യ്ക്കും xπയ്ക്കും ഇത് 2 ലൈൻസാണ്. ആ 2 ലൈൻസിനിടയ്ക്ക് വരുന്ന ആക്സിസ് x അക്ഷമാണ്, അല്ലാതെ y അക്ഷം അല്ല, x അക്ഷമാണ്. പിന്നെ നമുക്ക് y cos x എന്ന കർവ് നിങ്ങൾക്കറിയാം. ഈ എക്സിന് 0 എന്ന വിലയിടുമ്പോൾ y വില cos 0 1 ആണ്, ഇവിടെ വരും. അപ്പോൾ 0യ്ക്ക് 1 വരും. π/2 ആണ് എക്സിന് വിലയിടുന്നെങ്കിൽ cos 90° 0, yക്ക് 0 വരും. അതുകൊണ്ട് ആ പോയിൻ്റ് ഇവിടെ വരും. എക്സിന് പൈ ആണ് ഇടുന്നെങ്കിൽ cos π cos 180, yക്ക് -1 വരും. അങ്ങനെ നമ്മുടെ y = cos x എന്ന ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു x0യ്ക്കും xπയ്ക്കും അതിനിടയ്ക്ക് വരുന്ന ആക്സിസിനും പിന്നെ ഈ കർവിനും ഇടയ്ക്കുള്ള ഏരിയ എന്നല്ലേ അവർ ചോദിച്ചത്. അപ്പോൾ നോക്കിയ ഏരിയ സ്ഥലം ഏതൊക്കെയാണ്? x0യ്ക്കും x πയ്ക്കും അതിനിടയ്ക്ക് വരുന്ന ആക്സിസിനും പിന്നെ ഈ കർവിനും ഇടയ്ക്കുള്ള ഏരിയ എന്ന് വെച്ചാൽ ഈ ഭാഗവും വരും, ഈ ഭാഗവും വരും. അല്ലാതെ ഇത് മാത്രമല്ല വരുന്നത്. കാരണം x0യ്ക്കും x πയ്ക്കും ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആക്സിസിനും ഇടയ്ക്ക് പിന്നെ ഈ കർവിനിടയ്ക്ക് കർവിനെ താഴേക്കും പോകുന്നുണ്ട്, വളഞ്ഞാണ് വരുന്നത്. അപ്പോൾ എക്സ് അക്ഷം വെച്ച് മുകളിലും വരും, എക്സ് അക്ഷം വെച്ച് താഴെയും വരും. എന്നാലാണ് x0യ്ക്കും xπയ്ക്കും ഇടയ്ക്ക് വരുള്ളൂ. ഈ ഏരിയ കാണാൻ ഈ ആദ്യത്തെ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടിട്ട് ഇരട്ടിയെടുത്താലും മതി. അപ്പോൾ അതിന് കൊണ്ടൊരു പേരിട്ടു OABO. എന്നാ പേരിട്ടെ? OABO, അടഞ്ഞിരിക്കുന്ന ഏരിയ. ആ സ്ഥലത്തിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ മാത്രം അതിരുകൾ എക്സ് അക്ഷം, x0, xπ/2 കൂടെ വരും, xπ/2, പിന്നെ ഈ കർവ് y = cos x. അതാണ് 4 അതിരുകൾ. അപ്പോൾ എക്സ് അക്ഷം ഈ OABOയുടെ അതിരുകളൊക്കെ പറഞ്ഞ് എക്സ് ആക്സിസ്, x0, xπ/2 ഇങ്ങനെ ഒരു ലൈൻ വരും അതിൻ്റെ ഇടയ്ക്ക് അവിടെ. പിന്നെ y = cos x. അപ്പോൾ കറക്റ്റ് ഈ സ്ഥലം വരും. അതിൻ്റെ 4 അതിൽ എഴുതി വെച്ചിട്ട് ഇൻ്റർലേറ്റ് ബൈ y/dx അല്ലേ ഇതിന് പറ്റിയ ഫോർമുല, കാരണം എക്സ് അക്ഷമാണല്ലോ. അപ്പോൾ 2 × ഏരിയ ഓഫ് OABO ചെയ്താൽ ഈ മൊത്തം ഏരിയ വന്നോളൂ. അപ്പോൾ 2 × ഈ ഭാഗത്തിൻ്റെ അതിൽ ഇതായതുകൊണ്ട് ഈ ഫോർമുല വെച്ചാണ് ഇതിൻ്റെ ഏരിയ കാണുന്നത്. അപ്പോൾ 2 × 0 to π/2 y/dx. y/dx എന്താണ്? cos s ds. 2 × cos xൻ്റെ ഇൻ്റഗ്രൽ sin h സ്ക്വയർ ബ്രാക്കറ്റ് 0 to π/2, 2 × അപ്പർ വാല്യൂ sin π/2 മൈനസ് ലോവർ വാല്യൂ sin 0, 2 × 1 - 0 2 സ്ക്വയർ യൂണിറ്റ് എന്ന് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആൻറ്റി ആക്സിസിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ x0യ്ക്കും x πയ്ക്കും ഇടയ്ക്ക് ആക്സിസിനും ഇടയ്ക്ക് ഈ കർവിനും ഇടയ്ക്ക് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷം വെച്ച് മോൾ ഭാഗത്തും കർവ് വരുന്നുണ്ട്, എക്സ് അക്ഷം വെച്ച് താഴേക്കും കർവ് വരുന്നുണ്ട്. ഈ 2 സ്ഥലത്തിൻ്റെ ഏരിയ അതിനകത്ത് വരും. അതുകൊണ്ട് ഇതിനൊരു പേരിട്ട് OABO എന്ന ഏരിയ എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി എടുത്താണ് ഈ കണക്ക് ചെയ്യേണ്ടത്. അല്ലാതെ കണക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനാണ് 4 അതിരുള്ളത്. ഈ 2 സ്ഥലവും വേറെ വേറെ ചെയ്ത് കൂട്ടിയാലും ആൻസർ ഇത് തന്നെയേ വരുള്ളൂ. ഇതിൻ്റെ ഏരിയ കണ്ടു പ്ലസ് ഇതിൻ്റെ ഏരിയ കണ്ടു, അങ്ങനെ ചെയ്താലും കണക്കിൻ്റെ ആൻസറൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടിട്ട് ഇരട്ടി എടുത്താൽ മതി. കാരണം ഇതേ ഏരിയ തന്നെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെയാണ് കണക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 7 കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. 7 കണക്കിൽ
ഒന്നോ രണ്ടോ കണക്കുകളായിട്ട് ഇച്ചിരി വലുതുള്ളൂ, ബാക്കിയെല്ലാം കണക്കുകളും ഫോർമുലയാണ്, ഡയറക്റ്റ് ഫോർമുല പോലത്തെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇത്രയും കണക്കുകൾ എഴുതി പഠിക്കുക. ഇന്ന് ഞാൻ ഒരു കണക്ക് വൈകുന്നേരം എഴുതിക്കും. ഇപ്പം ഇതിനകത്ത് വലിയ കണക്കെന്ന് പറയണത് ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടത്, പിന്നെ ഈ ലൈന് താഴെയുള്ള ഏരിയ കണ്ടത്. ആ രണ്ട് കണക്കിൽ ഏതെങ്കിലും ഒരു കണക്ക് എന്ന് വെച്ചാൽ അതേപടി അങ്ങോട്ട് കണക്കിടിയല്ല. പിന്നെ ഈ മൂന്നാമത്തെ കണക്ക് ഈ y കോസസ് എന്ന കർവ്, അത് ഈ 3 കണക്കിൽ ഏതെങ്കിലും ഒരു കണക്കാണ്, ഏതെങ്കിലും ഒരു കണക്കാണ് ഞാൻ പരീക്ഷയ്ക്ക് ഇടുന്നത്. പക്ഷേ അത് അതേപടി അങ്ങ് ഇടിയല്ല. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന കണക്ക് ചെയ്യാൻ പറ്റും. കൃത്യം 6 മണിക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരും. അത് എഴുതി ചെക്ക് ചെയ്ത് ആൻസർ കീ തരും. അത് വെച്ച് ചെക്ക് ചെയ്ത് എൻ്റെ ഗ്രൂപ്പിലേക്ക് ആൻസർ ഇട്ടേക്കണം. പരീക്ഷകൾ എഴുതാത്തവർക്ക് C മാർക്ക് തരുന്നതല്ല.